ഹലോ ഗൈസ്, ഇന്ന് റിലീസ് ചെയ്യുന്ന നമ്മുടെ ആസിഫിക്കയുടെ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ എടുക്കണ്ടായിരുന്നു. അപ്പോൾ നേരെ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ടോട്ടലി ഒരു ഇമോഷണൽ പരിപാടിയാണ്. അതായത് ഈ കൊമേഴ്ഷ്യൽ എലമെന്റ്സോ കോമഡി എലമെന്റ്സോ ഒന്നും അല്ല, ടോട്ടലി ഒരു ഇമോഷണൽ പരിപാടിയാണ് മൊത്തത്തിൽ വരുന്നത്. ഒരു ഫാമിലി ഡ്രാമയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആസിഫിക്ക, അതേപോലെ സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, ഇവരുടെ മൂന്നുപേരുടെ പെർഫോമൻസ് എടുത്ത് പറയാതെ പോയ ഭയങ്കര പീക്ക് ലെവലായിരുന്നു. സിദ്ധാർത്ഥ് ഭരതനൊക്കെ കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ, പുള്ളിയുടെയൊക്കെ എൻ്റെ പൊന്നോ അയ്യൊരു സാധനമായിരുന്നു. അതേപോലെ തന്നെ ഹരിശ്രീ അശോകൻ കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നത് ഈ സിനിമകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണല്ലോ കണ്ടുവരുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ആഫ്റ്റർ മാരേജ് ആണുങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഈ കോടതി ഫാമിലി കോർട്ടിൽ ഉണ്ടാകുന്ന കുറെ കോംപ്ലിക്കേഷൻസ്, ഈ നിയമം എപ്പോഴും സ്ത്രീകളുടെ പക്ഷത്ത് ആയതുകൊണ്ട് അവരെന്ത് കൊടുത്തു കഴിഞ്ഞാലും ആണുങ്ങൾ കിടന്ന് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിനെ വളരെ നന്നായിട്ട് അവർ സിനിമയാക്കി വെച്ചിട്ടുണ്ട്. സോ ഡയറക്ഷൻ ആവട്ടെ, അത് റൈറ്റിംഗ് ആവട്ടെ, ടോട്ടലി നമുക്ക് ആ സിനിമ, നമ്മൾ ഇതൊന്നും അനുഭവിക്കാത്തവരാണെങ്കിൽ കൂടി നമുക്ക് ആ ഒരു പെയിൻ നന്നായിട്ട് മനസ്സിലാവും. കാര്യം നമ്മുടെ ഒരു ഫ്രണ്ടിന് നടക്കുന്ന ഒരു പ്രശ്നം പോലെ ആ സിനിമയിലേക്ക് നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്, ഇതൊരു കോമഡി എലമെന്റോ അതല്ലെങ്കിൽ ഇത് ഭയങ്കര കൊമേഴ്ഷ്യൽ എലമെന്റ്സോ ഉള്ള പടമല്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അത് കൂടുതൽ അതൊരു ഇമോഷണലി ആണ് ഈ സിനിമ A to Z ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. സോ അങ്ങനെ ഒരു നല്ല സിനിമ കാണാൻ താല്പര്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. എനിക്ക് എന്തായാലും സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, ബൈ.